എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി കമ്മ്യൂണിറ്റി കോട്ട പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചു. വിദ്യാർത്ഥികൾക്ക് ജൂൺ 5-ാം തീയതി വരെയാണ് കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകൾ ഉണ്ടാവുക പിന്നോക്ക ന്യൂനപക്ഷ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലാണ് ഉണ്ടാവുക. അപ്പോൾ ഗവൺമെൻറ് ഹൈസ്കൂളിലൊന്നും ഈ ഒരു സീറ്റ് കമ്മ്യൂണിറ്റി കോട്ട സീറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ഫോം കിട്ടും. അത് കമ്മ്യൂണിറ്റി കോട്ടയുടെ ആപ്ലിക്കേഷൻ ഫോം കിട്ടും. അപ്പോൾ ആ ഒരു ഫോം വാങ്ങി ഫില്ല് ചെയ്ത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും റാങ്ക് ലിസ്റ്റ് മുഖാന്തരം നിങ്ങളുടെ മുൻഗണന അനുസരിച്ച് ആരാണോ റാങ്ക് ലിസ്റ്റിൽ മുമ്പിലുള്ളത് അവരെയാണ് ആദ്യം വിളിക്കുക. നിങ്ങൾക്ക് അവിടെ ഏതൊക്കെ സീറ്റുകളിലാണ്, അത് ഏതൊക്കെ കോഴ്സുകളാണ് കമ്മ്യൂണിറ്റി കോട്ട സീറ്റ് ഉള്ളത്, എല്ലാ കോഴ്സുകളും കമ്മ്യൂണിറ്റി കോട്ട സീറ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സീറ്റുകളിൽ നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് കോഴ്സിനാണോ അഡ്മിഷൻ നേടാനായിട്ട് ആഗ്രഹം അതിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റി കോട്ടയിൽ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ടാവുമെങ്കിലും വിദ്യാർത്ഥികൾക്ക് ആർക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ സാധാരണഗതിയിൽ അഡ്മിഷൻ കിട്ടാറില്ല. കാരണം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ആകുമ്പോഴേക്കും ഏകദേശ സീറ്റുകളും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യപ്പെടുന്നതായിരിക്കും. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള അപേക്ഷ നിങ്ങൾ നൽകേണ്ടത് ഈ ഒരു രീതിയിലാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിൽ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ പല വിദ്യാർത്ഥികളും കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, കമ്മ്യൂണിറ്റി കോട്ടയിൽ ട്രാൻസ്ഫർ അലോട്ട്മെൻ്റ് ഉണ്ടോ, എനിക്ക് സ്കൂൾ മാറണം, കിട്ടിയ കോഴ്സ് വേണ്ട എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, കമ്മ്യൂണിറ്റി കോട്ടയിൽ ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്നതല്ല. കമ്മ്യൂണിറ്റി കോട്ട സീറ്റിൽ നിങ്ങൾ അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി കോട്ട സീറ്റിൽ മറ്റൊരു കോഴ്സിലേക്ക് മാറ്റമുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ സ്കൂളോ കോഴ്സോ ഈ കമ്മ്യൂണിറ്റി കോട്ടയിൽ ട്രാൻസ്ഫർ വഴി മാറാനായിട്ട് സാധിക്കുന്നതല്ല. അതുപോലെ തന്നെ നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കപ്പെടുന്നത് ആയിരിക്കില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ, അത് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കപ്പെടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് വരെ നിങ്ങളെ പരിഗണിക്കും. എന്നാൽ ഈ അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങളെ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിലേക്ക് പിന്നീട് നിങ്ങളെ പരിഗണിക്കപ്പെടുന്നതല്ല. അപ്പോൾ അതുകൂടാതെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതിന് ട്രാൻസ്ഫർ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളോട് ചില സമയത്ത് നിങ്ങളെ സ്കൂളിൽ നിന്ന് വിളിക്കും, ഇന്ന കോഴ്സിന് വാക്കൻസി ഉണ്ട്, അപ്പോൾ നിങ്ങൾ അവിടെ അഡ്മിഷൻ നേടാൻ വരുന്നുണ്ടെങ്കിൽ ഇന്ന സമയത്തിനുള്ളിൽ വരാനായിട്ട് പറയും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് ആണ്, അതിലേക്കാണ് അഡ്മിഷനായിട്ട് നിങ്ങളെ വിളിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് പ്രോബ്ലം ഉണ്ടാവില്ല. അതേസമയം നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം എന്ന് പറയുന്നത് ബയോളജി സയൻസ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ബയോളജി സയൻസ് ആണെങ്കിൽ നിങ്ങളെ ആ ഒരു സ്കൂളിൽ നിന്ന് വിളിച്ചു, നിങ്ങൾ ഹ്യൂമാനിറ്റീസിന് അഡ്മിഷൻ നേടുന്നോ, അവിടെ ഹ്യൂമാനിറ്റീസ് സീറ്റിൽ വാക്കൻസി ഒഴിവുണ്ട്, അപ്പോൾ നിങ്ങൾ അവിടെ വന്നിട്ട് അഡ്മിഷൻ നേടുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുക ജസ്റ്റ് ബയോളജി സയൻസിൽ സീറ്റ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അതില്ല, ഈ ഹ്യൂമാനിറ്റീസിൽ മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം പിന്നീട് ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കില്ല. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് സ്കൂൾ ട്രാൻസ്ഫറോ കോഴ്സ് ട്രാൻസ്ഫറോ ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോഴ്സ് മാറാനായിട്ട് സാധിക്കുകയും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കും മുമ്പ് നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ കഴിഞ്ഞ വർഷം പല വിദ്യാർത്ഥികളും ട്രാൻസ്ഫർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കമ്മ്യൂണിറ്റി കോട്ടയിൽ ഒരിക്കലും ട്രാൻസ്ഫർ ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സിൽ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ മാത്രം ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ +1 അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അപേക്ഷ എങ്ങനെയാണ് നൽകേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ അപേക്ഷ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലൊക്കെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കാൻ ആരംഭിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇന്ന് മുതലാണ്, അതായത് മെയ് 29-ാം തീയതി മുതലാണ് ഇതിൻ്റെ അപേക്ഷ ആരംഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സ്കൂളിൽ പോവുക, ആപ്ലിക്കേഷൻ ഫോം വാങ്ങുക, ഫില്ല് ചെയ്യുക, സ്കൂളിൽ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ അതായത് ഫോം കിട്ടുക ഗവൺമെൻറ് സ്കൂളിൽ ഉണ്ടാവില്ല, ഈ സീറ്റ് ഉണ്ടാവില്ല. മാനേജ്മെൻറ്റ് സ്കൂൾ അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിലാണ് ഈ സീറ്റ് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ SSLC സർട്ടിഫിക്കറ്റിൻ്റെ, അതായത് സർട്ടിഫിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് ഷീറ്റിൻ്റെ കോപ്പി എടുത്താൽ മതി. ആ ഒരു കോപ്പിയും അതുപോലെ തന്നെ എടുത്തിട്ട് പോവേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ സ്കൂളിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുമ്പോൾ ഏകദേശം ജൂൺ 5-ാം തീയതിയാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ ആ സെലക്ട് ലിസ്റ്റ് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക ജൂൺ 9-നും. അതുപോലെ തന്നെ അഡ്മിഷൻ ആരംഭിക്കുന്നത് ജൂൺ 10-നുമാണ്. അതുപോലെ തന്നെ ഈ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റ് ഉണ്ടാകും. എന്നാൽ ആ ഒരു സമയത്തേക്ക് എല്ലാ സ്കൂളുകളിലെയും സീറ്റ് ഏകദേശം ഫില്ല് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ എല്ലാ സ്കൂളുകളിലും ഈ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റ് അപേക്ഷ ഉണ്ടായിരിക്കണമെന്നില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ നമുക്ക് നോക്കാം. പിന്നോക്ക ന്യൂനപക്ഷ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ കമ്മ്യൂണിറ്റി കോട്ട പ്രവേശനം പ്രിൻസിപ്പൽമാർക്കായിട്ടുള്ള നിർദ്ദേശങ്ങൾ. പിന്നോക്ക എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ, ന്യൂനപക്ഷ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്നിവിടങ്ങളിലെ കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകളിലേക്ക് അതത് സമുദായത്തിൽപ്പെട്ട അപേക്ഷകരിൽ നിന്ന് മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്തേണ്ടതാണ്. സമുദായം തെളിയിക്കുന്നതിന് SSLC സർട്ടിഫിക്കറ്റിലെ സമുദായ വിവരം മതിയാവുന്നതായിരിക്കും. SSLC സർട്ടിഫിക്കറ്റിൽ നിന്നും വിഭിന്നമായിട്ടുള്ള സമുദായമാണ് അവകാശപ്പെടുന്നതെങ്കിൽ പ്രസ്തുത വിവരം തെളിയിക്കുന്നതിന് റവന്യൂ അധികാരികൾ നൽകുന്ന സർട്ടിഫിക്കറ്റ് വിദ്യാർത്ഥികൾ ഹാജരാക്കാം. കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷന് വേണ്ടി ആവശ്യം വരുന്ന പബ്ലിസിറ്റി നൽകി അതത് സമുദായത്തിലുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുവാൻ പ്രിൻസിപ്പൽമാർ ശ്രദ്ധിക്കേണ്ടതാണ്. കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് ജനറേറ്റർ സോഫ്റ്റ്വെയർ ലഭ്യമാക്കുന്നതാണ്. കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് ഓർ സെലക്ട് ലിസ്റ്റുകൾ നിർദ്ദിഷ്ട ഷെഡ്യൂൾ അനുസരിച്ച് മാത്രമേ പ്രസിദ്ധീകരിക്കാനും അഡ്മിഷൻ പ്രക്രിയ ആരംഭിക്കുവാനും പാടുള്ളൂ. കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകളിലേക്ക് അതത് സമുദായങ്ങളിൽ നിന്നും മതിയായ അപേക്ഷകരില്ല എങ്കിൽ അങ്ങനെ ഒഴിവരുന്ന സീറ്റുകൾ നിർദ്ദിഷ്ട തീയതിക്ക് ശേഷം പൊതു മെറിറ്റ് സീറ്റായിട്ട് പരിഗണിച്ച് അലോട്ട്മെൻറ്റ് നടത്തുന്നതിനായിട്ട് പരിവർത്തനം ചെയ്യുന്നതാണ്. ഇതിനു വിരുദ്ധമായി നടത്തുന്ന പ്രവേശനങ്ങൾ പുനഃപരിശോധിക്കുവാനും ആവശ്യമെങ്കിൽ റദ്ദ് ചെയ്യാനുമുള്ള അധികാരം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറിൽ നിശ്ചിതമാണ്. അതത് സ്കൂൾ പ്രിൻസിപ്പൽമാർ നിർദ്ദിഷ്ട ഷെഡ്യൂൾ പ്രകാരം പ്രത്യേക ക്ലാസ് മുറി കമ്മ്യൂണിറ്റി കോട്ടയ്ക്കായിട്ടുള്ള അഡ്മിഷൻ ഡെസ്ക് രൂപീകരിച്ച് പ്രവേശന നടപടികൾ ക്രമീകരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റ് അവസാനിക്കുന്നത് ജൂൺ 27-നാണ്. അത് സപ്ലിമെൻ്ററി ഘട്ടം ഉണ്ട് എങ്കിലും അതായത് എല്ലാ സ്കൂളുകളിലും സപ്ലിമെൻ്ററി ഘട്ടം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സ്കൂളിൽ നിന്ന് കോൺടാക്റ്റ് ചെയ്യും. അത് നിങ്ങളുടെ മൊബൈൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ സ്കൂളിൽ നിന്ന് വിളിക്കും. ഇന്ന കോട്ടയിൽ, അതായത് കമ്മ്യൂണിറ്റി കോട്ടയിൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഇന്ന കോഴ്സിന് അഡ്മിഷനായിട്ട് നിങ്ങൾ ഇന്ന ദിവസം വരണം എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സാണെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് അഡ്മിഷൻ നേടാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കമ്മ്യൂണിറ്റി കോട്ട സീറ്റിൽ ട്രാൻസ്ഫർ ഉണ്ടാവില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതുകൊണ്ട് തന്നെ കിട്ടിയിട്ടുള്ള ആ ഒരു കോഴ്സിൽ അഡ്മിഷൻ നേടിയാൽ നിങ്ങൾ ആ ഒരു കോഴ്സ് തന്നെ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.